അപ്പോൾ കീം 2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 5 രാവിലെ 11 മണി വരെയാണ് സമയം. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ പല വീഡിയോസിലൂടെയും നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഓപ്ഷൻസ് എൻ്റർ ചെയ്യാമെന്നൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസിനോട് ചേർന്ന് നിൽക്കുന്ന കോഴ്സുകൾ പഠിക്കാൻ മാത്രം ആഗ്രഹമുള്ള കുട്ടികൾ. ഇപ്പോൾ അവർക്ക് 20,000 റാങ്കിനുള്ളിൽ ഒരു കുട്ടിക്ക് വന്നു. ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനത്തെ ബ്രാഞ്ചുകൾ പഠിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. വേറെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഒന്നും അവർക്ക് വേണ്ട, സിവിൽ ഒന്നും വേണ്ട. പക്ഷെ അവർക്ക് നല്ല കോളേജിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ല പ്ലേസ്മെൻറ്റ്സ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അവരുടെ റാങ്കിന് അനുയോജ്യമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് കോളേജുകളെ പറ്റിയിട്ട് നമ്മളിവിടെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനൊരു ചെറിയൊരു അനാലിസിസും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. വെറുതെ കോളേജുകൾ പറഞ്ഞു പോകുന്നതല്ല. അത് ഞാൻ കാണിച്ചു തരാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസിൻ്റെ ഒരു പോസിബിൾ സീക്വൻസിങ് ആട്ടോ. അതായത് ഫസ്റ്റ് ടോപ്പ് ഓപ്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരു പ്ലാനാണ്. ഇതൊരു സജസ്റ്റഡ് പ്ലാനാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താം. ഒരെണ്ണം താഴ്ത്തുന്നുള്ളത് ഒരെണ്ണം മുകളിലേക്ക് ആകാം. പക്ഷേ ഒരു സജസ്റ്റഡ് പ്ലാനാണ്. ഈ ഒരു സജസ്റ്റഡ് പ്ലാൻ നമ്മൾ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കഴിഞ്ഞ വർഷത്തെ 2023 മെറിറ്റ് ലാസ്റ്റ് റാങ്ക് ഏകദേശം നമുക്ക് അവരുടെ PDF-ൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാനിത് ഫിൽട്ടർ ചെയ്തിരിക്കുന്നത് ഒരു 20,000 താഴെ. നമ്മൾ 45, 49 മുകളിലെ, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോളേജുകൾ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവിടെയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 20,000 വരെ പോയിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് 20,100 ഉള്ള കുട്ടിക്ക് ഈ കോളേജുകളിലൊന്നും അഡ്മിഷൻ കിട്ടില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത്തവണ ചെറിയ റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കിയിരിക്കുന്നത് ഈ പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡ്. ഇപ്പോൾ ഓരോ കോളേജിനും അവരുടേതായ പാരമ്പര്യമുണ്ട് വെൻ ഇറ്റ് കംസ് ടു പ്ലേസ്മെൻറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷത്തെ പ്ലേസ്മെൻറ്റുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിച്ച് പാസ്സായ കുട്ടികൾ പറഞ്ഞറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെയുള്ളത്, ഈ കഴിഞ്ഞ മാസം നമ്മൾ KTUവിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പാസ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കോളേജ് ഇൻ കേരള. അതായത് കഴിഞ്ഞ ബാച്ച് പാസ് ഔട്ട് ആയപ്പോൾ ഏതെല്ലാം കോളേജുകളാണ് ഏറ്റവും ബെസ്റ്റ് പാസ് പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്ത്. ഫോർ എക്സാമ്പിൾ CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അതായിരുന്നു നമ്പർ 1, റൈറ്റ്. അപ്പോൾ അത് ഒരു പാരാമീറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഫ്രീഡം, ക്യാമ്പസ് ലൈഫ് ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോളേജിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ചില കുട്ടികൾക്ക് അങ്ങനത്തെ കോളേജിൽ പഠിക്കാൻ വലിയ താല്പര്യമില്ല. ചില കോളേജുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഉണ്ടാവില്ല, പക്ഷേ അക്കാഡമിക്സ് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് അടിച്ചു പൊളിക്കാനും ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് നോൺ അക്കാഡമിക് പ്രോഗ്രാംസ്, ഗാനമേളകൾ, ഡാൻസുകൾ, പാട്ടുകൾ, അതൊക്കെ ചിലപ്പോൾ കുറവുള്ള കോളേജുകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഓർഡർ കൊടുത്തിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒരു ഒരു സജസ്റ്റഡ് ഓർഡറാണ്. ഇതിൽ ഈ ഓർഡറിലാണ് ഏറ്റവും കറക്റ്റ്, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു, വേറൊറ്റ ബ്രാഞ്ചുകളും നമ്മൾ ഇതിൽ പറയുന്നില്ല. കമ്പ്യൂട്ടർ സയൻസും അതിനോട് അനുബന്ധപ്പെട്ട ബ്രാഞ്ചുകളും മാത്രം. പിന്നെ ടോപ്പ് 20,000 കുട്ടികൾ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്ത കോളേജുകളുടെ ലിസ്റ്റാണിത്, ഈ പറഞ്ഞ ബ്രാഞ്ചുകളിൽ. അപ്പോൾ നിങ്ങൾ നോക്കി ഇതിൽ 3-4 ടൈപ്പ് ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, റൈറ്റ്. പിന്നെ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്. പിന്നെ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ്. പിന്നെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. പിന്നെ ഉള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി. ഈ ബ്രാഞ്ചുകളാണ്
പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. ഇനി IoT, ബ്ലോക്ക് ചെയിൻ, വേറെ കുറച്ച് ബ്രാഞ്ചുകളൊക്കെ നിങ്ങൾ പ്രോസ്പെക്ടസിലും ഇതിലൊക്കെ കണ്ടിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ആ ബ്രാഞ്ചുകളൊക്കെ ആരും കേട്ടുപരിചയം പോലും ഇല്ലാത്ത വളരെ ദൂരെയുള്ള കോളേജുകളിൽ, ഒരു പ്ലേസ്മെൻറ്റിന് സാധ്യതയുമില്ലാത്ത കോളേജുകളിലൊക്കെയാണ് അത് പഠിച്ച് വെറുതെ പാസ്സായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ കോളേജ് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ക്യാമ്പസ് പോയി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമുള്ള പണിയല്ല. ഞാൻ ജോലി കിട്ടില്ല എന്ന് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അത്തരം കോളേജുകളിലെ പേര് മാത്രം കേട്ട് ചാടി കയറി എടുക്കാനായിട്ട്. നമ്മളിവിടെ ഈ ഒരു സീക്വൻസിൻ്റെ ഒരു റീസണിങ് ഞാൻ പറയാം. ഒന്ന്, ഒരാളും സംശയമില്ലാതെ പറയുന്നതാണ് CET ട്രിവാൻഡ്രം. കമ്പ്യൂട്ടർ സയൻസ് സ്കീമിൽ ഏത് കോളേജിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നതാണ് സംശയമില്ലാതെ പറയാം CET ട്രിവാൻഡ്രം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം 649 ആണ്. ഇവരുടെ പ്ലേസ്മെൻറ്റ് അവരുടെ വെബ്സൈറ്റിലും ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അറിയാം, കിഡിലൻ പ്ലേസ്മെൻ്റ് ആണ്. അത് കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ബ്രാഞ്ചിലും. ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ പാക്കേജ് നൽകുന്ന പ്ലേസ്മെൻറ്റ്സ് വരുന്ന ബ്രാഞ്ച്. പിന്നെ അവരുടെ കഴിഞ്ഞ വർഷത്തെ പാസ് പെർസെൻറ്റേജിൽ അവർ റാങ്ക് നമ്പർ 1 ആയിരുന്നു കേരളത്തിൽ. കീമിൻ്റെ കോളേജുകളിൽ വെച്ച് 150ഓളം കോളേജുകളിൽ വെച്ചിട്ട് അവരുടെ പാസ് പെർസെൻറ്റേജ് ടോപ്പായിരുന്നു. അതുകൊണ്ട് റാങ്ക് നമ്പർ 1 ആണ്. ക്യാമ്പസ് ലൈഫ്, ഫ്രീഡം ഒക്കെ അടിപൊളിയാണ്. സ്ട്രിക്ട്നെസ് ഒന്നുമില്ല, ഒരുപാട് സ്പൂൺ ഫീഡിങ് ഇല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ വൈബ് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു ക്യാമ്പസ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 തീർച്ചയായിട്ടും CET കമ്പ്യൂട്ടർ സയൻസ്. ഇനി ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ റാങ്ക് താഴേക്കാണെങ്കിലും എപ്പോഴും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കിട്ടിയില്ലെങ്കിൽ വേണ്ട താഴത്തേക്ക് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 5000, 6000 റാങ്കുള്ള കുട്ടിക്ക് അയ്യോ എനിക്ക് CET കിട്ടില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ തന്നെ ആദ്യം വയ്ക്കുക. നിങ്ങളുടെ സിസ്റ്റം ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് അൺലിമിറ്റഡ് നമ്പറാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എൻ്റർ ചെയ്യാം. അൺലിമിറ്റഡ് എനിക്ക് മാക്സിമം എത്രയോ കാണുമായിരിക്കും, പക്ഷേ 20, 30 ഒന്നുമല്ല, ഒരുപാട് നമുക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് അതാണ്. സെക്കൻഡ് വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, തൃശ്ശൂർ ഗവൺമെൻറ് കോളേജാണ്. ഞാൻ ടൈപ്പ് G എന്ന് വെച്ചിട്ടുണ്ട്. GC എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, GA എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളാണ്. അതിൽ രാജഗിരിക്ക് ഓട്ടോണമസ് ഓൾറെഡി ആയി. അപ്പോൾ എന്നാലും നമ്മൾ N ആണ് ഇപ്പോൾ തൽക്കാലം ഇതിൽ കാറ്റഗറി നമ്മൾ വെച്ചിരിക്കുന്നത്. തൃശ്ശൂർ കണ്ടോ, ലാസ്റ്റ് റാങ്ക് 1127 ആണ്. പ്ലേസ്മെൻറ്റ് നോ ഡൗട്ട് എക്സലൻറ്റ്, ക്യാമ്പസ് ലൈഫ് എക്സലൻറ്റ്. ഇവിടെ പാസ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണ അല്പം താഴോട്ട് പോയെങ്കിലും മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം സ്ട്രോങ് ആയ കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ തന്നെയായിരിക്കും ഓപ്ഷൻ നമ്പർ 2. പിന്നെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ പാസ് പെർസെൻറ്റേജ് അടിപൊളിയാണ്. റാങ്ക് നമ്പർ 3 ആയിരുന്നു അവർക്ക് കഴിഞ്ഞ വർഷം. ക്യാമ്പസ് ലൈഫ് ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഒരുപാട് വലിയ ക്യാമ്പസ് അല്ല എന്ന് വെച്ച് സ്പൂൺ ഫീഡിങ്ങോ സ്ട്രിക്ട്നെസ്സോ ഒന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ട്, പക്ഷേ ക്യാമ്പസ് എന്ന് പറയുന്നതിൻ്റെ ഏരിയ ലിമിറ്റഡ് ആണ്. കുട്ടികളൊക്കെ കുറച്ചുകൂടി അക്കാഡമിക്കലി ഓറിയൻറ്റഡ് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു അടിച്ചുപൊളി ക്യാമ്പസ് ലൈഫ്, ഭയങ്കര ചില്ലിങ് ആയിട്ടുള്ള ഒരു ലൈഫ് അവിടെ പൊതുവെ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആവറേജ് എന്ന് കൊടുത്തിരിക്കുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ്, ഇവരുടെ പ്രത്യേകത പ്ലേസ്മെൻറ്റാണ്. ഞാൻ അടുത്തത് എന്തുകൊണ്ടാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയിൽ ഒരു ലൈനും കൂടെ വെച്ചിരിക്കുന്നത്, നിങ്ങൾ പലരും മിസ്സായി പോകുന്നൊരു കാര്യമാണ്. മെറിറ്റ് ലോ ഫീയും മെറിറ്റ് ഫുൾ ഫീയും ഈ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ മാത്രമേ ഉള്ളൂ. ഈ ക്യാമ്പസിൻ്റെ അടുത്ത് പ്ലേസ്മെൻറ്റിൽ മുട്ടാനായിട്ട് മേ ബി തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ TKM ഈ കോളേജുകൾ മാത്രമാണ് ഈ മോഡലിലെടുത്ത് പ്ലേസ്മെൻറ്റിൻ്റെ രീതിയിലുള്ളൂ. പക്ഷേ CET ഒരു പടി മുന്നിലായിരിക്കും. പക്ഷേ ചില പ്ലേസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പാക്കേജാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ആൾക്കാർ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ MGM എന്ന് പറഞ്ഞ്, മെറിറ്റ് ഫുൾ ഫീ എന്നാണ് അവിടെ പറയാം. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ MGM ആണ്. അത് നിങ്ങൾ ഓപ്ഷൻ എൻട്രിയിൽ പോകുമ്പോൾ കാണാം. നിങ്ങൾ ആ റേഡിയോ ബട്ടൺ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ MGM എന്നല്ല, മെറിറ്റ് ഫുൾ ഫീ എന്ന് തന്നെ കാണിക്കും അവിടെ. മെറിറ്റ് ഫുൾ ഫീ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടും. എന്തുകൊണ്ടാണ് ഞാനിത് TKMനും MAക്കും മുൻപ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയ മെറിറ്റ് ലോ ഫീയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്ന ആദ്യത്തെ ഈ ഇത്രയും ലാസ്റ്റ് റാങ്ക് പോകുന്ന അതിസമർത്ഥരായ കുട്ടികൾ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ ഫീസ് 30,000 രൂപ വർഷത്തിൽ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് അതേ ബ്രാഞ്ച് അതേ ക്ലാസ്സിൽ സീറ്റ് കിട്ടും.
മിക്ക ആളുകൾക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ് ഈ മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറിയിൽ ചെറിയ തോതിൽ ലാസ്റ്റ് റാങ്ക് താഴോട്ട് പോകുന്നത്. കാരണം ആൾക്കാർ ഈ SM എന്ന് പറയുന്ന ഫീൽഡ് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് CET തൃശ്ശൂർ കഴിഞ്ഞാൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. അത് ഈ 2 റോകളും തമ്മിൽ ആകെ ഫീസിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമുള്ളത് കൊണ്ട് ഓപ്ഷൻ നമ്പർ 4 മെറിറ്റ് ഫുൾ ഫീ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഒരു സജസ്റ്റഡ് പ്ലാൻ. പിന്നെ നമുക്കറിയാം TKM, MA കോളേജ് കോതമംഗലം എല്ലാം അടിപൊളി കോളേജുകളാണ്. പിന്നെ വീണ്ടും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സെപ്ഷണലാണ്. അപ്പോൾ അവർ തന്നെ 2022 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ശ്രദ്ധിക്കാതെ പോകരുത്. ലാസ്റ്റ് റാങ്ക് മെറിറ്റ് ലോ ഫീൽ 4000 ആയിരുന്നു, ഫുൾ ഫീൽ അത് 9000 വരെ പോയിട്ടുണ്ട്. ഈ ബ്രാഞ്ചിന് ഡിമാൻഡ് ഇപ്പോൾ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുള്ള കാരണം നമുക്ക് പറയാൻ പറ്റില്ല. മെറിറ്റ് ഫുൾ ഫീ ഒരു പക്ഷേ റാങ്ക് ഇവിടം വരെ ഈ വർഷം എത്തണമെന്നില്ല. മേ ബി 6000-7000 കഴിഞ്ഞു പോകാം. ആകെ 60 സീറ്റാണ് അതിലുള്ളത്. പിന്നെ നമ്മുടെ RIT കോട്ടയം, ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് RIT കോട്ടയം ഇതിൻ്റെ മുമ്പിൽ സജഷൻ വരാത്തതെന്ന്. അതിന് വ്യക്തമായിട്ടുള്ള കാരണം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഈ ബ്രാഞ്ചിന് പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അത്രമാത്രം കമ്പനീസും ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ ദർ ഇസ് നോ റീസൺ വൈ ദേ ഷുഡ് നോട്ട് അലൗ CSBS സ്റ്റുഡൻസ് ടു സിറ്റ് ഇൻ ദറ്റ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം, റൈറ്റ്? ദർ ഇസ് നോ റീസൺ. കാരണം ഇത് TCSൻ്റെ സിലബസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ കുറച്ച് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. പിന്നെ NSS കോളേജ്, പിന്നെ കണ്ണൂർ, പിന്നെ ശ്രദ്ധിക്കാനുള്ളതാണ് അടുത്ത MA കോളേജ് കോതമംഗലത്തിലെ ഈ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ്, റൈറ്റ്? ഇത് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 5178 ആണ്. ഇവിടെ ഞാൻ ഈ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചിലത് എക്സലൻറ്റ് ചിലത് ഗുഡ് എന്ന് പറഞ്ഞ കാര്യം ഇവർ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഈ മോഡലും തിരുവനന്തപുരം, തൃശ്ശൂരും TKയും MA കോളേജ് നല്ല പ്ലേസ്മെൻറ്റ്സ് വരും. പക്ഷെ ഞാനത് ഗുഡ് എന്ന് പറയാൻ കാരണം ആ പാക്കേജിൻ്റെ നമ്പർ മോസ്റ്റ് ലൈക്ലി ഈ ഇപ്പം നേരത്തെ പറഞ്ഞ കോളേജിൻ്റെ അത്രയ്ക്കും ചില വർഷങ്ങളിൽ വരാറില്ല. എന്തുകൊണ്ട് നമ്മൾ ചെറിയൊരു വ്യത്യാസം അവിടെ കാണിക്കുന്നു മാത്രമേ. അതിനർത്ഥം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല അല്ലെങ്കിൽ അതൊന്നുമല്ല. ഇവിടെ അടിപൊളി പ്ലേസ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളൊരു റിലേറ്റീവ് പാരാമീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് വീണ്ടും ഞാൻ പറയുന്നു, ഇത് നമ്മൾ കുറച്ച് ഗൂഗിളിൽ സെർച്ചും കുറച്ച് ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം, അല്ലാണ്ട് ഇത് വേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഡാറ്റ ഇതിനകത്ത് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ക്യാമ്പസ് ലൈഫ് ആൻഡ് ഫ്രീഡം. അവിടെ പഠിച്ചിരുന്ന കുട്ടികളോടും കുറച്ച് ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം പൊതുവേ ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളൊക്കെ ക്യാമ്പസ് ലൈഫ് കുറേ കൂടെ കളർഫുൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു സെൽഫ് ഫിനാൻസിങ് ആൻഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ്. അവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് മോഡലിൽ യൂണിഫോം ഉണ്ട്, നമ്മുടെ രാജഗിരിയിൽ യൂണിഫോം ഉണ്ട്. അപ്പോൾ ഈ ടോപ്പ് 14 ഓപ്ഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം നല്ല കോളേജുകളും നല്ല ബ്രാഞ്ചുകളുമാണ്. നല്ല പ്ലേസ്മെൻറ്റ്സ് ഹിസ്റ്റോറിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്ന കോളേജാണ് രാജഗിരി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവരിപ്പോൾ ഓട്ടോണമസായി. അവർ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഓട്ടോണമസിലെ നമ്പർ 1 നിൽക്കുന്ന ഒരു കോളേജാണ്. അവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ക്യാമ്പസ് ലൈഫ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ അടിച്ചുപൊളി ബഹളങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഡീസൻ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പക്ഷേ ആവറേജ് എന്നാണ്. പക്ഷേ അവരുടെ പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കേരളത്തിലെ നമ്പർ 5 ആയിരുന്നു അവർ കഴിഞ്ഞ വർഷത്തെ പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ. പിന്നെ വരുന്ന ഒരു ബ്രാഞ്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇത് വീണ്ടും MA. ഞാൻ എന്തുകൊണ്ടാണ് ഈ ബ്രാഞ്ച് ഈ കോളേജിനോട് അറ്റാച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നല്ല കോളേജുകളിൽ ഈ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അതെടുത്താൽ മാത്രമേ നമുക്കൊരു പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഭാവി നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റു പല കോളേജുകളിലും ഉണ്ട്. പക്ഷേ നിങ്ങളവിടെ പോയി 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ഓഫർ ലെറ്റർ കിട്ടില്ല. പക്ഷേ ഈ MA കോളേജിൽ വളരെ നല്ല പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡുള്ള കോളേജ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരുപാട് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ കോളേജിൽ ഈ ബ്രാഞ്ച് പഠിച്ചാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് കാണാം ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം. ഈ IT ആണ് അവിടെ, കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. IT നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു കോളേജാണ്, ഗവൺമെൻറ് കോളേജാണ്, പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത കോളേജാണ്. അപ്പോൾ ഇത് അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ പറയുന്ന നെക്സ്റ്റ് ഒരു ബാച്ച് കോളേജുകൾ ഞാൻ കളർ കോഡ് ചെയ്തിരിക്കുന്നത് ഈ പ്ലേസ്മെൻറ്റിൻ്റെ പാക്കേജിൻ്റെ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില കോളേജുകളിൽ 100% പ്ലേസ്മെൻറ്റ് സ്പ്രെഡ് ഉണ്ടാവും, പക്ഷേ ഡെപ്ത് ഉണ്ടാവില്ല. ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒക്കെ 3 lakhs 2.5 lakhs അല്ലെങ്കിൽ 2 lakhs കൈൻഡ് ഓഫ് സാലറീസ് ആയിരിക്കാം, റൈറ്റ്? വേറെ നമ്മൾ എക്സലൻ്റ് എന്നൊക്കെ പറയുന്ന ചിലയിടത്തൊക്കെ 52 lakhs. ഇപ്പോൾ കഴിഞ്ഞ വർഷം മോഡലിൽ ഈ ബാച്ച് പാസ് ഔട്ടായ 2 കുട്ടികൾക്ക് 52 lakhs പെർ ആനം പാക്കേജാണ്, വിച്ച് ഈസ് എക്സെപ്ഷണൽ, റൈറ്റ്?
അപ്പോൾ ആ ഒരു കമ്പാരിസൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് നെക്സ്റ്റ് ബാച്ച് ഓഫ് കോളേജിൽ പ്ലേസ്മെൻറ്റ് തീർച്ചയായിട്ടുണ്ട്, പക്ഷേ ഒരു എബവ് ആവറേജ് ലെവലിലായിരിക്കും എന്ന് മാത്രം. ഇതിൽ പെടുന്നതാണ് വീണ്ടും നമ്മുടെ മുത്തൂറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, SCT കോളേജ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് പാപ്പനംകോട്, പിന്നെ നമ്മുടെ രാജഗിരിയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്, പിന്നെ ഫിസാറ്റിൽ കമ്പ്യൂട്ടർ സയൻസ്, LBS, പിന്നെ ക്രൈസ്റ്റ് കോളേജ്, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് എമംഗ്സ് ദ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജസ്. ക്രൈസ്റ്റ് കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം 13,000 പോയതിൻ്റെ വേറൊരു കാരണം അവർ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻക്രീസ് ചെയ്തു. ഇൻഫാക്ട് 2022 ലാസ്റ്റ് റാങ്ക് ഇത് 7,000, 6,500 സംതിങ് ആയിരുന്നു. ഇത് വീണ്ടും പയ്യെ ലാസ്റ്റ് റാങ്ക് 10,000 താഴേക്ക് വരും. പക്ഷേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് യു ക്യാൻ കൺസിഡർ. ഇവിടെയും പ്ലേസ്മെൻറ്റ് സ്പ്രെഡ് നന്നായിട്ടുണ്ട്. ഡെപ്ത് ഈ പറഞ്ഞ പോലെ പാക്കേജിൻ്റെ ഇത് വേരി ചെയ്ത് അനുസരിച്ചിരിക്കും. പിന്നെ ചെങ്ങന്നൂർ നല്ല കോളേജാണ്. പ്ലേസ്മെൻറ്റ്സ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ടോപ്പ് ലെവലിലെ അത്രയും വരില്ല, എന്നിരുന്നാലും നല്ല രീതിയിൽ ജോലികൾ വരുന്ന കോളേജാണ് ചെങ്ങന്നൂർ. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസൊക്കെ കുട്ടികൾ സെലക്ട് ചെയ്തിട്ടുള്ള കോളേജാണ്. ലാസ്റ്റ് റാങ്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 താഴെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷെ വളരെ ചെറിയ രീതിയിലാണ്. ഒരുപാട് എന്താ പറയുക, മറ്റുള്ള ഈ പറഞ്ഞ നേരത്തെ ബാച്ചുകൾ പോലെ ഒരിക്കലും ഇല്ല. ബട്ട് യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഈ ഓപ്ഷൻസ് ഇങ്ങനെ സീക്വൻസ് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. ചില കാര്യങ്ങൾ നിങ്ങളിത് ഡിസഗ്രി ചെയ്യും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാം ഒരു പക്ഷേ ഇത് ശരിയാണ്. അപ്പോൾ ഞാനിതൊരു നിങ്ങളെ ഒരു ഗൈഡിങ് ഫാക്ടർ എന്ന രീതിയിൽ മാത്രമേ നിങ്ങളിതിനെ കാണാവൂ. അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഫൈനൽ, ഓർ ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് നോൺ ഡിബേറ്റബിൾ. ദിസ് ഈസ് ഡിബേറ്റബിൾ, ബട്ട് ദിസ് വിൽ ഗിവ് യു സം ഐഡിയ ഓൺ ഹൗ ടു അപ്രോച്ച് യുവർ ഓപ്ഷൻ എൻട്രി when it comes to a student who has scored maybe within 20,000 KEAM rank and who is interested only to study computer science and related branches. അവർക്ക് ഇലക്ട്രോണിക്സോ വേറെ ഒന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻസിൻ്റെ സീക്വൻസ് തെറ്റില്ലാത്ത രീതിയിൽ എൻ്റർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് ഇടാം. നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകാം. താങ്ക് യു സോ മച്ച്.